ഹലോ, ഗുഡ് മോർണിംഗ്. എന്തുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ നമുക്ക് ഇന്നത്തെ യൂണിവേഴ്സൽ ഗൈഡൻസ് എന്താണെന്ന് നോക്കാം. ഇന്നത്തെ ദിവസം എങ്ങനെയുണ്ട്, എന്തെല്ലാം എനർജീസ് ആണുള്ളത് ചെക്ക് ചെയ്യാം. ഇന്നത്തെ യൂണിവേഴ്സൽ മെസ്സേജ് പോസിറ്റീവ് ആയിട്ടിരിക്കണേ. ഇന്നത്തെ ദിവസം എങ്ങനെയുണ്ട്, എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം, എന്തെല്ലാം എനർജീസാണ് നമ്മളിലേക്ക് വരുന്നത് നോക്കാം. നോക്കാം ഇന്നത്തെ ദിവസം എങ്ങനെയുണ്ട്. നോക്കാം. ഫസ്റ്റ് കാർഡ് വന്നിട്ട് വേൾഡ് കാർഡാണ്. ഫസ്റ്റ് കാർഡ് വേൾഡ്. അപ്പം വേൾഡ് കാർഡ് വരുമ്പോൾ ഇന്ന് വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ളൊരു ദിവസമാണ്. വളരെ ഹാപ്പി ആയിട്ടിരിക്കുന്ന ഒരു ദിവസമാണ്. ഇവിടെ ഒരു പ്രശ്നം എന്താണെന്നറിയാമോ? ഈ വേൾഡ് കാർഡ് വരുമ്പോൾ നിങ്ങൾ മറ്റുള്ള ആളുകളുടെ സർവൈലൻസിലാണ്. നിങ്ങൾ ഹാപ്പി ആയിരിക്കും, വളരെ എനർജറ്റിക് ആയിരിക്കും, നിങ്ങൾ സ്വയം ആസ്വദിക്കുന്ന ഒരു ദിവസമൊക്കെ ആയിരിക്കും. ചിലപ്പോൾ നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള ഒരു പ്രത്യേക സാഹചര്യത്തെ ആസ്വദിക്കുന്നുണ്ടാവും. ചിലപ്പോൾ ഇന്ന് നിങ്ങൾക്ക് ചുറ്റും നിങ്ങളെ നിരീക്ഷിക്കുന്ന കുറേ ആളുകളുടെ ഇടയിലായിരിക്കും. അപ്പോൾ നിങ്ങളായിരിക്കും സെൻറ്റർ ഓഫ് അട്രാക്ഷൻ. അപ്പോൾ നിങ്ങളതിൽ നിങ്ങളുടെ മാക്സിമം പെർഫോമൻസ് ഒക്കെ നടത്തുന്നുണ്ടായിരിക്കും. ഇതൊരു ഡാൻസിങ് ഗേളിൻ്റെ എനർജിയാണ്. അപ്പോൾ നിങ്ങളിന്ന് വളരെ ഹാപ്പി ആയിട്ട് നിങ്ങളുടെ പ്രൊഫഷൻ, പാഷൻ എന്താണോ അതിനെ വളരെ എനർജറ്റിക് ആയിട്ട് മറ്റുള്ളവരിലേക്ക് എക്സിബിറ്റ് ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ എന്താണെന്ന് നിങ്ങൾ മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കുന്ന ഒരു ദിവസമാണ്. ഡാൻസിങ് ഗേളാണ്. യു ആർ അണ്ടർ ദ സർവൈലൻസ് ഓഫ് അതേഴ്സ് ആണ്. അപ്പോൾ മറ്റുള്ളവർ നിങ്ങളെ വീക്ഷിക്കുന്നു, നിങ്ങൾ ഒബ്സർവ് ചെയ്യുന്നു, നിങ്ങൾ എന്തൊക്കെ ചെയ്യുന്നു, നിങ്ങളുടെ മാനറിസം എന്താണ്, നിങ്ങളുടെ ബിഹേവിയർ എന്താണ്, അതൊക്കെ ആളുകൾ ശ്രദ്ധിക്കുന്ന ഒരു ദിവസമാണ്. അപ്പോൾ നിങ്ങൾ മറ്റുള്ളവരാൽ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു ദിവസമാണ് ഇന്ന്. അതുപോലെ ഇത് സക്സസിൻ്റെ കാർഡാണ്. അത് ചിലപ്പോൾ നിങ്ങളുടെ പ്രൊഫഷണലി നിങ്ങൾ സക്സസ്ഫുൾ ആയിരിക്കാം, അതിൻ്റെ ഒരു സിംറ്റം ആയിരിക്കാം. അല്ലെങ്കിൽ സിംറ്റം മീൻസ് അതിൻ്റെ ഒരു സൈറ്റ്, എന്താണ് പറയുന്നത്, അതിൻ്റെ ഒരു ഇൻസ്റ്റൻസ് ആയിരിക്കാം ഇന്നത്തെ ദിവസം. അല്ലെന്നുണ്ടെങ്കിൽ ഇത് ഒരു കംപ്ലീഷനാണ്, ഒരു സൈക്കിളിൻ്റെ കംപ്ലീഷനാണ്, ഒരു കാർമിക് സിറ്റുവേഷൻ. ഇന്ന് നിങ്ങളുടെ ഒരു സൈക്കിൾ, നിങ്ങളുടെ ലൈഫിനുള്ളിലെ ഒരു ഘട്ടം അവസാനിച്ച് പോകുന്നതായിട്ടാണ് ഈ വേൾഡ് കാർഡ് കാണിക്കുന്നത്. അതായത് മേജർ അർക്കാന കാർഡിലെ ലാസ്റ്റ് കാർഡാണ് വേൾഡ് കാർഡ്. അപ്പോൾ ഇന്ന് സക്സസ്ഫുൾ ആയി പോകുന്ന അല്ലെങ്കിൽ കംപ്ലീറ്റ് ആയി പോകുന്ന എന്തോ ഒരു കാര്യം നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കും. അപ്പോൾ ഇന്ന് വളരെ ഹാപ്പി ആയിട്ടിരിക്കുക. എന്ത് തന്നെയായാലും ആ ഒരു കാർമിക് സിറ്റുവേഷൻ നിങ്ങളിൽ എൻഡായി പോകുന്നു എന്നാണ്. നിങ്ങൾ ചിലപ്പോൾ നിങ്ങളുടെ ഒരു സ്പിരിച്വൽ ലൈഫിൽ ഒരു സർക്കിള് നിങ്ങൾ കവർ ചെയ്യുന്നതാകാനും സാധ്യതയുണ്ട്. ഇത് വേൾഡ് കാർഡ് മെറ്റീരിയലിസ്റ്റിക് ആയിട്ട് പറഞ്ഞാൽ ഇത് എയർ ട്രാവലിൻ്റെ കാർഡാണ്. നിങ്ങൾ വിദേശത്തേക്കൊക്കെ യാത്ര ചെയ്യാൻ സാധ്യതയുള്ളൊരു ദിവസമായിട്ട് കാണുന്നുണ്ട്. നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻസ് വർക്കാവുന്ന ദിവസമാണെന്ന് കാണുന്നുണ്ട്. വളരെ ഹാപ്പി ആയിട്ടൊക്കെ ഇരിക്കാൻ സാധിക്കും. പക്ഷേ നിങ്ങൾ മറ്റുള്ളവരുടെ ഒബ്സർവേഷനിലായിരിക്കും, അണ്ടർ ദ സർവൈലൻസ് ഓഫ് അതേഴ്സ് ആയിരിക്കും കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ളൊരു ദിവസമാണ് 21 വേൾഡ് കാർഡ്. ഇതുണ്ടോ, ഇതിൻ്റെ ബോട്ടം വന്ന് എന്താണെന്ന് കണ്ടോ? ഫുൾ കാർഡാണ്. ഫുൾ കാർഡ് ഇസ് എ ഫസ്റ്റ് കാർഡ്. മേജർ അർക്കാനയിലെ ഫസ്റ്റ് കാർഡാണ് ഫുൾ കാർഡ്. അതാണ് ബോട്ടം വന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ ഫുൾ കാർഡ് തുടക്കവും വേൾഡ് കാർഡ് ഒടുക്കമാണ്. അപ്പോൾ ഇന്ന് വേൾഡ് കാർഡാണ് ഫസ്റ്റ് കാർഡായിട്ട് വന്നത്, അതിൻ്റെ ബോട്ടം വന്നത് ഫുൾ കാർഡുമാണ്. അപ്പോൾ ഇന്ന് നിങ്ങളുടെ ലൈഫിലെ ഒരു സൈക്കിൾ എൻഡ് ആവുകയും മറ്റൊരു സൈക്കിൾ ആരംഭിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പം നിങ്ങളുടെ സ്പിരിച്വൽ ജേർണിയിലെ ഒരു ഘട്ടം അവസാനിച്ച് മറ്റൊരു ഘട്ടം ആരംഭിക്കുന്നതായിട്ടാണ് കാണുന്നത് കേട്ടോ. അപ്പോൾ ഇന്ന് നിങ്ങളെ സംബന്ധിച്ച് ഒരു ഫേസ്, നിങ്ങളുടെ ലൈഫിൻ്റെ ഒരു ഫേസ് ഇന്ന ദിവസം അവസാനിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അതാണ് ഫസ്റ്റ് കാർഡ് വന്നിട്ട്. സെക്കൻഡ് 8 ഓഫ് കപ്സിൻ്റെ എനർജിയാണ്. ഇത് വീണ്ടും പറയുന്നു, മറ്റൊരു ഘട്ടം ആരംഭിക്കുന്നു. ഇത് ഇമോഷണലി നിങ്ങൾ കണക്റ്റഡ് ആയിട്ടിരിക്കുന്ന ഇടങ്ങളിൽ നിന്ന് നിങ്ങൾ പിൻവാങ്ങി, വിത്ഡ്രോ ചെയ്ത്, ലെറ്റ് ഗോ ചെയ്ത് നിങ്ങൾ പുതിയൊരു മേഖലയിലേക്ക് പോകുന്നു. ഇത് ശരിക്കും പറഞ്ഞാൽ ഈ സണ്ണ് ഇതൊരു എക്ലിപ്സ് ആണ്, ഒരു സോളാർ എക്ലിപ്സ് ആണ്. അപ്പോൾ ആ സോളാർ എക്ലിപ്സിലേക്ക് പോകുന്ന നിങ്ങളെന്ന് പറയുമ്പോൾ ആ എക്ലിപ്സ് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു പുതിയ തുടക്കമാണ്. അപ്പോൾ നിങ്ങൾ ഇമോഷണലി ഡിറ്റാച്ച്ഡ് ആയിട്ട് നിങ്ങൾ സ്പിരിച്വാലിറ്റിയിലേക്ക് പോകുന്ന ഒരു ദിവസമായിട്ടാണ് കാണുന്നത്. അപ്പോൾ ശരിക്കും നിങ്ങളുടെ ലൈഫിൽ ഒരു സെക്കൻഡ് ഫേസ് സ്റ്റാർട്ട് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വളരെ ഇന്നത്തെ ദിവസത്തിന് മുൻപും ശേഷമൊന്നും നിങ്ങൾക്ക് വിഭജിക്കാൻ പറ്റുന്നൊരു ദിവസമായിട്ടാണ് കാണുന്നത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഇന്ന് ലൈഫിൽ റിമാർക്കബിൾ ആയിട്ട് എന്തെങ്കിലുമൊക്കെ സംഭവിക്കാൻ
സാധ്യതയുണ്ട്. ഇമോഷണൽ ഡിറ്റാച്ച്മെൻ്റ് ആണ്, ലെറ്റ് ഗോ ചെയ്യുന്നു എന്നാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇമോഷണലി കണക്റ്റഡ് ആയിരിക്കുന്ന ഇടങ്ങളിൽ നിന്ന് നിങ്ങൾ ലെറ്റ് ഗോ ചെയ്ത് പോകും. അവിടെ നിന്ന് സ്പിരിച്വാലിറ്റിയിലേക്ക് നിങ്ങൾ മൂവ് ചെയ്യുമെന്നാണ് കാണുന്നത്. ഓക്കെ, അതാണ് 8 ഓഫ് കപ്സ് പറയുന്നത്. നെക്സ്റ്റ് ഏസ് ഓഫ് പെൻറ്റക്കിൾസ് ആണ്. അപ്പോൾ വീണ്ടും പറയുന്ന ഒരു പുതിയ തുടക്കത്തിലേക്കാണ് നിങ്ങൾ പോകുന്നത്. അത് അബണ്ടൻസിൻ്റെ തുടക്കമാണെന്ന് കാണുന്നുണ്ട്. നിങ്ങൾ ഫ്യൂച്ചറിലേക്ക് നിങ്ങൾക്ക് ഏറ്റവും നിങ്ങളുടെ ലൈഫിലെ അച്ചീവ്മെൻറ്റ്സിൻ്റെ തുടക്കം വരുന്ന ദിവസങ്ങളിലേക്കുള്ള നിങ്ങളുടെ അച്ചീവ്മെൻറ്റിൻ്റെ തുടക്കം ഇന്നത്തെ ദിവസമാണ്. അപ്പോൾ ഇന്ന് നിങ്ങളൊരു സീഡ് ചെയ്യുന്നതാണ്, അതായത് സീഡ് കുഴിച്ചിടുക എന്നാണ്. അപ്പോൾ ഇന്ന് എന്തെങ്കിലും ഒന്ന് പ്ലാൻ ചെയ്യുന്നുണ്ടാവും. നിങ്ങളുടെ മനസ്സിലുള്ള ഒരു ആശയത്തിനെ നിങ്ങൾ ഇന്നേ ദിവസം പുതിയതായിട്ട് നട്ടുപിടിപ്പിക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ്. ഇത് മാനിഫെസ്റ്റേഷൻ്റെ കാർഡാണ്. നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്ന കാര്യം നിങ്ങളിലേക്ക് വരുന്ന കാർഡാണ്. അബണ്ടൻസിൻ്റെ കാർഡാണ്. ഫിനാൻഷ്യൽ അബണ്ടൻസ് വരുന്നു എന്നുള്ള കാർഡാണ്. അതുപോലെ നിങ്ങളുടെ സാഹചര്യങ്ങൾ, പുതിയ ഓപ്പർച്യൂണിറ്റീസ് നിങ്ങളിലേക്ക് വരുന്നു എന്നാണ്. പുതിയ ജോബ് ഓഫർ ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയ ജോലി തന്നെ നിങ്ങൾക്ക് തിരിച്ചു വരുന്നതാകാം. നിങ്ങളിൽ നഷ്ടപ്പെട്ടു പോയ ട്രസ്റ്റ്, മറ്റുള്ള ആളുകൾക്ക് നിങ്ങളോടുള്ള ട്രസ്റ്റ് നഷ്ടപ്പെട്ടു പോയെങ്കിൽ അത് തിരിച്ചു പിടിക്കുന്നതാവാം. അപ്പോൾ ഒരു പുതിയ ഫിനാൻഷ്യൽ ഓർ കരിയർ ഓപ്പർച്യൂണിറ്റി ആയിരിക്കാം, കാരണം അതിലൂടെയാണല്ലോ നമുക്ക് ഫിനാൻഷ്യൽ അബണ്ടൻസ് വരുന്നത്. അപ്പോൾ ആ രീതിയിലുള്ളൊരു പുതിയ ഓപ്പർച്യൂണിറ്റി നിങ്ങളിലേക്ക് വരുന്നതായിട്ടൊക്കെയാണ് കാണുന്നത്. ശരിക്കും പറഞ്ഞൊരു സമ്പന്നതയുടെ തുടക്കമാണ്. അപ്പോൾ നിങ്ങൾ ഫ്യൂച്ചറിൽ പണം കൊയ്യാൻ പറ്റുന്ന എന്തോ ഒരു കാര്യം ഇന്ന് നിങ്ങൾ തുടങ്ങുമെന്ന് കാണുന്നുണ്ട്. അപ്പോൾ ഫ്യൂച്ചർ അബണ്ടൻസിലേക്കുള്ള മാനിഫെസ്റ്റേഷൻ ഇന്ന് വർക്ക് ചെയ്യും, അല്ലെങ്കിൽ സ്റ്റാർട്ട് ആവുമെന്നാണ് കാണുന്നത്. നിങ്ങളപ്പോൾ ഇന്ന് മണി മാനിഫെസ്റ്റേഷൻ ചെയ്യുക, അതുപോലെ മണിയോട് ഹോപ്പനൊപ്പനോ ചൊല്ലുക. അപ്പോൾ നിങ്ങൾക്ക് മണി ബ്ലോക്കേജ് ഒക്കെ ഉണ്ടെങ്കിൽ മാർക്ക് കിട്ടും. ഡിയർ മണി, പ്ലീസ് ഫോർഗീവ് മീ, ഐ ആം സോറി, ഐ ലവ് യു, താങ്ക് യു. ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുക. അതാണ് മണി ഹോപ്പനൊപ്പനോ. ഇൻ കേസ് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു മണി ബ്ലോക്കേജ് ഉണ്ടെങ്കിൽ അത് മാറിയിട്ട് ഫിനാൻഷ്യൽ അബണ്ടൻസ് വരാനായിട്ട് അത് ഹെൽപ്പ് ചെയ്യും. ഓക്കെ, അതാണ് ഏസ് ഓഫ് പെൻറ്റക്കിൾസിൻ്റെ കാർഡ് പറയുന്നത്. പുതിയ തുടക്കം എന്ന് തന്നെയാണ് അർത്ഥം. ഓക്കെ, നെക്സ്റ്റ് നൈറ്റ് ഓഫ് സ്വോർഡ്സിൻ്റെ എനർജിയാണ്. അപ്പോൾ ഇന്ന് നിങ്ങളുടെ ജോലിയുമായി ബന്ധപ്പെട്ട് നിങ്ങൾ മറ്റൊരിടത്തേക്ക് യാത്ര ചെയ്യാൻ സാധ്യതയുണ്ട്. ഇതും പറഞ്ഞ പോലെ ഇത് വളരെ സ്വിഫ്റ്റ് ചേഞ്ചാണ്. ഇത് വളരെ വേഗതയുള്ളൊരു ചേഞ്ചാണ്. അപ്പോൾ നിങ്ങളുടെ പേരും പ്രശസ്തിയും മറ്റുള്ള ഇടങ്ങളിലേക്ക് വ്യാപിക്കുന്നു എന്നാണ്. കരിയർ ഫോക്കസ്ഡ് ആയിട്ട്, അല്ലെങ്കിൽ പ്രൊഫഷണലി നിങ്ങളുടെ ഇടങ്ങളിൽ നിന്ന് കൂടുതൽ ഇടങ്ങളിലേക്ക് വ്യാപിക്കുന്നു എന്നാണ് നൈറ്റ് ഓഫ് സ്വോർഡ്സ് പറയുന്നത്. അപ്പോൾ ബൗദ്ധികമായിട്ട്, ബുദ്ധിപരമായിട്ട് നിങ്ങളെ മറ്റുള്ള ആളുകൾ ഇവാലുവേറ്റ് ചെയ്യും. നിങ്ങൾക്ക് ഭയങ്കര ബുദ്ധിയാണ്, നിങ്ങളിത് ഒക്കേഷണലി അത് ഹാൻഡിൽ ചെയ്തല്ലോ എന്നൊക്കെ ആളുകൾ വിചാരിക്കുന്നിടത്താണ് നിങ്ങളുടെ കഴിവ് മറ്റുള്ളവർ പ്രശംസിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ളൊരു കാര്യം കാണുന്നുണ്ട്. പിന്നെ ഇവിടെ നിങ്ങൾക്ക് ഫ്യൂച്ചറിനെ കുറിച്ച് വളരെ അംബീഷ്യസ് ആയിട്ടുള്ള ആളായിരിക്കും നിങ്ങൾ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ വളരെ ആത്മാർത്ഥമായിട്ട് പ്രയത്നിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. വളരെ ഇതിനകത്ത് ഈ നൈറ്റ് ഓഫ് സ്വോർഡിൻ്റെ ഒരു പ്രശ്നം, നിങ്ങൾ വളരെ ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കുന്നുണ്ടായിരിക്കും. പക്ഷേ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഇന്നൊരു സാഹചര്യം വന്നതുകൊണ്ട് അതിന് വേണ്ടിയിട്ട് ഓവർ വർക്ക് ചെയ്യുന്നു എന്നല്ലാതെ പാഷനേറ്റ്ലി ചെയ്യുന്നതല്ല. മറ്റുള്ളവരുടെ വാക്കുകൾ കേട്ട്, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ചെയ്യുന്നു എന്നല്ലാതെ നിങ്ങൾ ഡെലിബറേറ്റ് ആയിട്ട് ചെയ്യുന്നതൊരു ആക്ഷൻ അല്ല ഇത്. പക്ഷേ ഇത് നിങ്ങൾ വളരെ കരിയർ ഫോക്കസ്ഡ് ആണ്, കരിയറിൽ ഓറിയൻറ്റഡ് ആയിട്ടുള്ളൊരു കാര്യം നിങ്ങളിന്ന് ചെയ്യുന്നുണ്ട്. ജോലിയുമായി ബന്ധപ്പെട്ട് യാത്ര ചെയ്യാൻ സാധ്യതയുണ്ട്. ജോലിയുമായി ബന്ധപ്പെട്ട് മറ്റൊരിടത്തേക്ക് പോകാൻ സാധ്യതയുണ്ട്. അതാണ് നൈറ്റ് ഓഫ് സ്വോർഡ്സിൻ്റെ എനർജി. കരിയർ ഫോക്കസ്ഡ് ആയിട്ടുള്ള ആളാണ് കേട്ടോ. അതുപോലെ ആക്ഷൻ ഓറിയൻറ്റഡ് ആണ്. അതുപോലെ നിങ്ങളുടെ പേര് വ്യാപിപ്പിക്കാൻ ഉള്ളൊരു ശ്രമം ഇന്ന ദിവസം ഉണ്ടാവും. ഓക്കെ, നെക്സ്റ്റ് നൈറ്റ് ഓഫ് വാൺസ് ആണ്. അപ്പോൾ ഇവിടെ പാഷനേറ്റ്ലി തന്നെ യാത്ര ചെയ്യുന്നതായിട്ടും കാണുന്നുണ്ട്. വീണ്ടും വളരെ സ്വിഫ്റ്റ് ആക്ഷൻ എടുക്കുന്നതിനെക്കുറിച്ചും പാഷനേറ്റ്ലി സ്വിഫ്റ്റ് ആക്ഷൻ എടുക്കുന്നതിനെക്കുറിച്ചും കാണുന്നുണ്ട്. അപ്പോൾ ഇത് നിങ്ങളുടെ പാഷനുമായി ബന്ധപ്പെട്ടാണ്. അപ്പോൾ നിങ്ങളുടെ കരിയർ നിങ്ങളുടെ പാഷൻ തന്നെ ആണെങ്കിൽ നിങ്ങൾ ഇന്ന് വളരെ പാഷനേറ്റ്ലി വർക്ക് ചെയ്യാൻ സാധ്യതയുണ്ട്. ചിലപ്പോൾ മറ്റുള്ളവരുടെ വാക്ക് കേട്ടായിരിക്കും നിങ്ങളൊരു യാത്ര പോകുന്നത്, മറ്റൊരിടത്തേക്ക് പോകുന്നത്, മറ്റുള്ള എന്തെങ്കിലും ഒരു കാര്യത്തിൽ പങ്കെടുക്കുന്നത്. പക്ഷേ അവിടെ നിങ്ങളുടെ പാഷൻ ഈ പ്രൊഫഷൻ ആണെങ്കിൽ നിങ്ങൾ അവിടെ വളരെ പാഷനേറ്റ് ആയിട്ട് ബിഹേവ് ചെയ്യുമെന്ന് കാണുന്നുണ്ട്. വളരെ ഹൈ എനർജറ്റിക് ആയിരിക്കും. അതുപോലെ വളരെ പാഷനേറ്റ് ആയിരിക്കും. നിങ്ങളെ കണ്ടിട്ട് മറ്റുള്ളവർ ഇൻസ്പയർഡ് ആകും. മറ്റുള്ളവർക്ക് ഇൻസ്പിറേഷൻ കൊടുക്കാൻ പറ്റുന്ന പ്രവൃത്തിയായിരിക്കും നിങ്ങളിന്ന് ചെയ്യാനായിട്ട് പോകുന്നത്. ഇൻസ്പയർഡ് ആക്ഷനാണ്. അതുപോലെ നിങ്ങളിന്ന് നിങ്ങൾക്ക് ചിലപ്പോൾ പോകുന്നതിന് മുമ്പ് വളരെ പേടിയൊക്കെ ഉണ്ടാവും, എന്താവും എന്നുള്ള പേടിയൊക്കെ ഉണ്ടാവും. പക്ഷേ വളരെ ഫിയർലെസ് ആയിട്ട് നിങ്ങൾക്ക് ഫുഡ് സ്റ്റെപ്സ് വെക്കാനായിട്ട് സാധിക്കും. നിങ്ങൾ വളരെ സക്സസ്ഫുൾ ആയിട്ട് ഇന്ന് ആ ഭാഗം കംപ്ലീറ്റ് ചെയ്യുമെന്നാണ് കാണുന്നത്. നിങ്ങൾ മറ്റുള്ളവരാൽ ശ്രദ്ധിക്കപ്പെടും, മറ്റുള്ളവരാൽ നിങ്ങൾ ആകർഷിക്കപ്പെടും. എന്നുവെച്ചാൽ എന്താ, മറ്റുള്ളവരാൽ നിങ്ങൾ ആകർഷിക്കപ്പെടും എന്നുവെച്ചാൽ അത് തന്നെ. അതായത് മറ്റുള്ളവർ, യു വിൽ ബി ദ സെൻറ്റർ ഓഫ് അട്രാക്ഷൻ. അത്രേ ഉള്ളൂ. ഓവർ റീഡ് ചെയ്യണ്ട കേട്ടോ.
നെക്സ്റ്റ് വീൽ ഓഫ് ഫോർച്യൂൺ ആണ്. അപ്പോൾ നമ്മൾ പറഞ്ഞ കറക്റ്റാണ്, വീൽ ഓഫ് ഫോർച്യൂൺ ആണ്. അപ്പോൾ ഒരു വീല് കറങ്ങി വന്നിട്ടുണ്ട്. അതാണ് ഇവിടെ ഒരു വീല് കറങ്ങി തീർന്നതായിട്ടും പുതിയൊരു വീല് തുടങ്ങുന്നതായിട്ടും നമ്മൾ ഓൾറെഡി പറഞ്ഞല്ലോ. അപ്പോൾ ഇത് നിങ്ങളുടെ ലൈഫിലെ ഒരു വളരെ ഹാപ്പി ആയിട്ടുള്ള, വളരെ ലക്കി ആയിട്ടുള്ള ഒരു ദിവസമാണ്. അപ്പോൾ നിങ്ങൾക്ക് ലക്ക് നിങ്ങളുടെ കൂടെ തന്നെയുണ്ട്. നിങ്ങൾ പേടിക്കേണ്ട, നിങ്ങൾ ഭയപ്പെടേണ്ട. നിങ്ങളിലേക്ക് ഭാഗ്യം വരുന്നുണ്ട്. അതുപോലെ നിങ്ങളുടെ ഒരു കർമ്മ ഇന്ന് അവസാനിച്ച് പോകുന്നുണ്ട്. അപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നമുക്ക് വീൽ ഓഫ് ഫോർച്യൂണിൻ്റെ കാർഡ് വരുന്നുണ്ട്. അപ്പോൾ വീൽ ഓഫ് ഫോർച്യൂൺ വരുമ്പോൾ മനസ്സിലാക്കേണ്ടത് കാലം നിങ്ങളിൽ കരുതി വെച്ചിരുന്ന എന്തൊക്കെയോ കറകൾ കഴുകി പോകുന്നു എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ മുൻപ് ചെയ്തിട്ടുള്ളതായ കുറേ കർമ്മങ്ങളുടെ ഫലം നിങ്ങൾ അനുഭവിച്ച് തീരുന്നു. ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നിങ്ങളത് അനുഭവിക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾ മാനസികമായിട്ട് ഭയങ്കര കടുത്ത ടെൻഷനിലായിരിക്കാം. പേരറിയാത്തൊരു ടെൻഷൻ വന്നിട്ട് നിങ്ങളെ മൂടുന്നുണ്ടാവും. ഒരു പൊതിഞ്ഞു വെക്കുന്ന ഒരു ടെൻഷൻ. അത് എന്തിനാണെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് അറിയത്തില്ല. പക്ഷേ വെറുതെ ഒരു ടെൻഷൻ, വെറുതെ ഒരു പേടി, അത് എന്താണെന്ന് മനസ്സിലാവാത്ത വിധം നിങ്ങൾ ടെൻസ്ഡ് ആയിരിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതൊരു കാർമിക് സിറ്റുവേഷൻ എന്തായി പോകുന്നതുകൊണ്ടാണ്, നിങ്ങൾ ഹീൽ ചെയ്യപ്പെടുന്നത് കൊണ്ടാണ് കേട്ടോ. അപ്പോൾ അതിൽ പേടിക്കേണ്ട, വിഷമിക്കേണ്ട. അതിനുശേഷം നമുക്ക് റിവാർഡഡ് ആവും. യു വിൽ ബി റിവാർഡഡ്. കാരണം നമ്മൾ തന്ന ഒരു ടാസ്കിനെ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ് അല്ലേ. യൂണിവേഴ്സ് തന്നൊരു ടാസ്കിനെ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ട് നെക്സ്റ്റ് ഫേസിലേക്ക് പോകുന്നത് കൊണ്ട് തീർച്ചയായിട്ടും നമ്മൾ വിൽ ബി റിവാർഡഡ്. അപ്പോൾ അതുകൊണ്ട് ഇന്ന് വളരെ ഫ്രൂട്ട്ഫുൾ ആയിട്ടുള്ളൊരു ദിവസമാണ്, വളരെ ലക്കുള്ളൊരു ദിവസമായിട്ടാണ് കാണുന്നത്. വീൽ ഓഫ് ഫോർച്യൂൺ നിങ്ങളുടെ ഒരു കാർമിക് സിറ്റുവേഷൻ എന്താവുന്നതാണ് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് കാർഡ് സ്ട്രെങ്ത് കാർഡാണ്. അപ്പോൾ നിങ്ങൾ ഇന്ന് വളരെ സ്ട്രോങ് ആയിരിക്കുക. അതുപോലെ നിങ്ങളുടെ ഇന്നർ സ്കിൽസിനെ പുറത്തെടുക്കുക. അതായത് ചിലപ്പോൾ നിങ്ങൾ വളരെ പാനിക് ആയിരിക്കാൻ സാധ്യതയുണ്ട്. പുറമേ നിങ്ങൾ വളരെ ഫിയർഫുൾ ആയിരിക്കും, പക്ഷേ ആദ്യം ഫിയർഫുൾ ആയിരിക്കും. പക്ഷേ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളുടെ ആ ഫിയർലെസ്നെസ് പുറത്തെടുക്കണം. നിങ്ങൾ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ആളാണ്. നിങ്ങൾ വളരെ സ്ട്രോങ് ആണെന്ന് നിങ്ങൾക്ക് മറ്റുള്ളവരെ പ്രൂവ് ചെയ്യേണ്ട ദിവസമാണ്. അപ്പോൾ നിങ്ങൾ വളരെ സ്ട്രോങ് ആയിട്ട് തന്നെ ഇന്ന് ബിഹേവ് ചെയ്യണം. കുറച്ച് സോഫ്റ്റ് സ്കിൽസ് ഒക്കെ നിങ്ങളിന്ന് ഡെവലപ്പ് ചെയ്യുകയും അത് മറ്റുള്ളവർക്ക് മുമ്പിൽ എക്സിബിറ്റ് ചെയ്യുകയും ചെയ്യേണ്ടതായിട്ടുള്ള സാഹചര്യം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുപോലെ ഇത് സ്പിരിച്വലി നിങ്ങൾ മൂവ് ചെയ്യേണ്ടതാണ് എന്ന് ബോധ്യപ്പെടുത്തുന്ന എന്തെങ്കിലും സാഹചര്യങ്ങളും ഇന്ന് നിങ്ങൾക്ക് ഉണ്ടാവാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ സ്പിരിച്വാലിറ്റിയിലുള്ള ആളുകളാണ് നിങ്ങൾ, ഉറപ്പായിട്ട് വേണം. അതുകൊണ്ടാണ് ഈ ടാരോ റീഡിങ്സിൻ്റെ ഒക്കെ വീഡിയോസ് നിങ്ങളുടെ കണ്ണിൽ പെടുന്നത്, നിങ്ങളിത് ഫ്രീക്വൻ്റ്ലി വന്നിരുന്ന് കാണുകയും ചെയ്യുന്നത്. ഈ വീഡിയോ നിങ്ങൾ എന്നാണ് കാണുന്നതെങ്കിലും അന്നേ ദിവസം നിങ്ങൾ ആലോചിച്ചുള്ള നിങ്ങൾ സ്പിരിച്വൽ ജേർണിയിലുള്ള ഒരാളാണ്, ഒരു സാധാരണ മനുഷ്യൻ്റെ വൈബ്രേഷനുള്ള ആളല്ല. നിങ്ങൾ കുറച്ച് എലൈറ്റഡ് സോൾ ആണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ നിങ്ങൾക്ക് ആ രീതിയിലുള്ള ഒരു എഫക്റ്റ് നിങ്ങളുടെ ലൈഫിൽ സ്പിരിച്വാലിറ്റിയിലാണ് നിങ്ങൾ യാത്ര ചെയ്യുന്നതെന്ന് മനസ്സിലാവുന്ന എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ അറ്റ്ലീസ്റ്റ് ഒരു 2-3 വട്ടം നിങ്ങൾ ഏഞ്ചൽ നമ്പേഴ്സെങ്കിലും കാണും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾ ഓൺ ദ റൈറ്റ് വേ ആണ് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ അത് അത്രത്തോളം സ്ട്രെങ്ത്, നിങ്ങളുടെ ആ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു പേഴ്സണാലിറ്റി നിങ്ങൾക്കിന്ന്, നിങ്ങളുടെ സ്പിരിച്വൽ പേഴ്സണാലിറ്റി നിങ്ങൾക്ക് തന്നെ ഇന്ന് വെളിവാകുന്നൊരു ദിവസമായിട്ട് കാണുന്നുണ്ട്. അതുപോലെ നിങ്ങൾ വളരെ സ്ട്രോങ് ആയിരിക്കേണ്ട ആവശ്യമുണ്ട്. നിങ്ങളുടെ സോഫ്റ്റ് സ്കിൽസ് ഡെവലപ്പ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. സോഫ്റ്റ് സ്കിൽസ് നിങ്ങൾ മറ്റുള്ളവർക്ക് മുമ്പിൽ കാണിക്കേണ്ടതായിട്ട് വരും. ഓക്കെ, നെക്സ്റ്റ് 6 ഓഫ് വാണ്ട്സിൻ്റെ എനർജിയാണ്. അപ്പോൾ പബ്ലിക് റെക്കഗ്നീഷൻ ഉണ്ട്. നിങ്ങൾ മറ്റുള്ളവരാൽ ആദരിക്കപ്പെടും. ഞാൻ ആദ്യമേ പറഞ്ഞില്ലേ, യു വിൽ ബി ദ സെൻറ്റർ ഓഫ് അട്രാക്ഷൻ. ഇവിടെ നിങ്ങളൊരു മറ്റുള്ളവരാൽ ആദരിക്കപ്പെടുക, നിങ്ങളുടെ കഴിവുകളെ മറ്റുള്ളവർ പ്രകീർത്തിക്കുക, നിങ്ങൾ വളരെ ഒരു നല്ലൊരു നിങ്ങളുടെ കഴിവ് എന്താണോ അത് മറ്റുള്ളവർ റെക്കഗ്നൈസ് ചെയ്യുന്നൊരു ദിവസമായിട്ട് കാണുന്നുണ്ട്. 6 ഓഫ് വാണ്ട്. അതുപോലെ നിങ്ങളുടെ പാഷനുമായി ബന്ധപ്പെട്ട് നിങ്ങൾ അഭിനന്ദിക്കപ്പെടാൻ സാധ്യതയുണ്ട്. നിങ്ങൾക്കൊരു ലാൻഡ് മാർക്ക് ആയിരിക്കും ഇന്നേ ദിവസം, ഒരു ടേണിംഗ് പോയിന്റ് ആയിരിക്കും ഇന്നേ ദിവസം. ഇന്നത്തെ ദിവസത്തിൻ്റെ പേരിൽ പിന്നീടും നിങ്ങൾ അറിയപ്പെടാൻ സാധ്യതയുണ്ട്. ഓക്കെ, അതാണ് 6 ഓഫ് വാണ്ട്സ് പറയുന്നത്. അതുപോലെ ഇത് റീയൂണിയൻ്റെ കാർഡാണ്. നമ്മളെപ്പോഴും പറയുന്ന പോലെ ഇത് റീയൂണിയൻ്റെ കാർഡാണ്. ഇവിടെയും പറയുന്നത് ഏസ് ഓഫ് പെൻറ്റക്കിൾസ്, നിങ്ങൾക്കൊരു കമ്മിറ്റ്മെൻറ്റ് കിട്ടാൻ സാധ്യതയുണ്ടെന്നാണ്. നിങ്ങളിലേക്ക് വിട്ടുപോയിട്ടുള്ള ആളുകൾ തിരിച്ചു വന്ന് നിങ്ങൾക്കൊരു കമ്മിറ്റ്മെൻറ്റ് ഓഫർ ചെയ്യാൻ സാധ്യതയുള്ളതായിട്ട് കാണുന്നുണ്ട്. നൈറ്റ് ഓഫ് സോർട്സും നൈറ്റ് ഓഫ് വാണ്ട്സും പറയുന്നത് നിങ്ങളിൽ നിന്ന് പോയിട്ടുള്ള ആളുകൾ നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നതാകാൻ സാധ്യതയുണ്ടെന്നാണ്. അപ്പോൾ നിങ്ങൾ വളരെ പാഷനേറ്റ് ആയിരിക്കും. അതുപോലെ നിങ്ങളിൽ നിന്ന് പോയിട്ടുള്ള ആളുകൾ നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നതാകാനും സാധ്യതയുള്ളതായിട്ട് കാണുന്നുണ്ട്. ഓക്കെ, ഇവിടെ ഫുൾ കാർഡ് പറയുന്നത് പുതിയൊരു ജേർണി സ്റ്റാർട്ട് ചെയ്യും. നിങ്ങളൊരു യാത്ര പോകുന്നതാണ്. ഇന്ന് എന്തായാലും ഒരു യാത്ര ഉണ്ട് കേട്ടോ. ഇവിടെ യാത്രയുടെ കുറേ കാർഡ്സ് ഉണ്ട്. അപ്പോൾ വേൾഡ് കാർഡ് ആയാലും വീൽ ഓഫ് ഫോർച്യൂൺ ആയാലും ഫൂൾ ആയാലും അതുപോലെ നൈറ്റ് ഓഫ് സോർട്സ്, നൈറ്റ് ഓഫ് വാണ്ട്സ്, അതുപോലെ 6 ഓഫ് വാണ്ട്സ്, ഇതെല്ലാം യാത്രയുടെ കാർഡാണ് വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ എന്തായാലും ഇന്നൊരു യാത്രയുണ്ട്. നിങ്ങളുടെ പ്രൊഫഷനുമായി ബന്ധപ്പെട്ട യാത്രയാകാം, ഓവർസീസ് യാത്രയാകാം. ഈ എയർ ട്രാവലിൻ്റെ കാർഡൊക്കെയാണ്. വേൾഡ് കാർഡൊക്കെ എന്ന് പറഞ്ഞാൽ ഓവർസീസ് യാത്രകളാണ് വരുന്നത്. പിന്നെ ഇതെന്ന് പറഞ്ഞാൽ ഒരു ഘോഷയാത്ര പോലുള്ള ഒരു യാത്രയിൽ നിങ്ങൾ പങ്കെടുക്കുന്നതായിരിക്കാം. നിങ്ങൾ അഭിനന്ദിക്കപ്പെടുന്നതാണ്. നിങ്ങളുടെ റീയൂണിയൻ്റെ ദിവസമാണ്. നിങ്ങളുടെ വാദ്യഘോഷങ്ങളോടൊപ്പം നിങ്ങൾ നിങ്ങളുടെ വ്യക്തിയിലേക്ക് മടങ്ങിപ്പോകുന്ന ദിവസമായിരിക്കും. മാനസികമായിട്ടെങ്കിലും നിങ്ങൾക്ക് അതിനുള്ളൊരു
ഒരു ഇൻസ്റ്റൻസ് നിങ്ങൾക്ക് മനസ്സിലാവും ഇന്ന് നിങ്ങളുടെ റിയൂണിയൻ്റെ ദിവസമാണെന്ന്. നെക്സ്റ്റ് ക്വീൻ ഓഫ് കപ്സ് ആണ്. ഈ ഇവിടെ എന്താണെന്നറിയാമോ, ചില ദിവസങ്ങളിൽ നമുക്ക് ചില ആളുകളോടെന്നല്ല എല്ലാവരോടും നമുക്ക് വല്ലാത്തൊരു അഭിനിവേശം തോന്നാൻ സാധ്യതയുണ്ട്. അതായത് നമ്മുടെ കയ്യിലുള്ളത് ആരെങ്കിലും ചോദിച്ചാൽ നമുക്ക് കൊടുക്കാനായിട്ട് ഒരു മടിയില്ലാത്ത ദിവസം. അപ്പം അന്ന് നമ്മൾ ഭയങ്കര ഒരു മദർലി അഫെക്ഷനോട് കൂടിയായിരിക്കും ഇരിക്കുന്നത്. അപ്പോൾ ആ ദിവസങ്ങളിൽ നമുക്ക് മറ്റുള്ളവരോട് വളരെ കരുണ, സ്നേഹം, അനുകമ്പ, സഹതാപം എന്നൊക്കെ പറഞ്ഞാൽ സോഫ്റ്റ് സ്കിൽസ് ഉണ്ടല്ലോ, അതെല്ലാം വളരെ ഇതായിട്ട് നിൽക്കുന്ന ദിവസമായിരിക്കും. അപ്പോൾ ആ ദിവസങ്ങളിൽ നമ്മളോട് ആരെന്ത് ചോദിച്ചാലും നമ്മൾ കൈ കഴിഞ്ഞ് സഹായം ചെയ്യും. അവിടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മൾ മറ്റുള്ളവരെ ഹീല് ചെയ്യാനാണ് അപ്പോൾ ശ്രമിക്കുന്നത്. നമ്മൾ മറ്റുള്ളവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കാനാണ് ശ്രമിക്കുന്നത്. നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഈ ഹീൽ ചെയ്യാൻ പോകുന്ന സമയത്ത് നിങ്ങൾ ഹീൽഡ് ആണോ എന്നുള്ളൊരു പ്രശ്നമുണ്ട്. കാരണം നിങ്ങൾ മറ്റുള്ളവരുടെ കയ്യിൽ നിന്ന് കടം വാങ്ങിച്ച് മറ്റൊരാളെ സഹായിക്കുമ്പോൾ ഈ പണം നിങ്ങളാണ് തിരിച്ചു കൊടുക്കേണ്ടത്. അപ്പം നിങ്ങളവിടെ ഹീൽ ചെയ്യപ്പെട്ടത് അതിനുള്ളൊരു ശേഷി നിങ്ങൾ കൊണ്ടുവന്ന് നിങ്ങൾ ശ്രദ്ധിക്കണം. അപ്പം ഇവിടെ കൈകഴിഞ്ഞ് സഹായം ചെയ്യുക, അനുകമ്പ കാണിക്കുക, സ്നേഹം കാണിക്കുക, മദർലി അഫെക്ഷനോടുകൂടി വാത്സല്യത്തോടുകൂടി മറ്റുള്ളവരോട് പെരുമാറുക. ഇറ്റ്സ് ഓക്കെ, എവറിത്തിങ് ഈസ് ഫൈൻ. പക്ഷേ ബിഫോർ ടേക്കിംഗ് എ ഡിസിഷൻ യു ഹാവ് ടു തിങ്ക് വെദർ യു ആർ ഏബിൾ ടു ഡു ഇറ്റ് റൈറ്റ് നൗ. നിങ്ങളത് ഇപ്പോൾ ചെയ്യാൻ നിങ്ങൾ ഏബിൾ ആണോ, നിങ്ങളത് ഇപ്പോൾ ചെയ്യാൻ നിങ്ങൾ ഹീൽഡ് ആണോ എന്ന് നോക്കണം. അപ്പോൾ ഇത് ഹീലിങ്ങിൻ്റെ കാർഡാണ്. ഹീൽ ചെയ്യപ്പെടേണ്ടതിൻ്റെ ആവശ്യകതയും കൂടെ പറയുന്നുണ്ട്. അപ്പം നിങ്ങൾ മറ്റുള്ളവരെ ആശ്വസിപ്പിക്കുന്നുണ്ടായിരിക്കും, സമാധാനിപ്പിക്കുന്നുണ്ടായിരിക്കും, മറ്റുള്ളവർക്ക് അറിവ് പകർന്നു കൊടുക്കുന്നുണ്ടായിരിക്കും. പക്ഷേ നിങ്ങളിൽ ആ ഹീലിംഗ് നടന്നു എന്ന് നിങ്ങളൊന്ന് നോക്കണം. അപ്പോൾ ഇത് ഹീലിങ്ങിൻ്റെ കാർഡാണ്. ഇന്ന ദിവസം ഹീൽ ചെയ്യപ്പെടാൻ സാധ്യതയുണ്ട്. അപ്പം നിങ്ങളുടെ പ്രശ്നങ്ങൾ ആരോടെങ്കിലും പറയാനോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ആരുടെങ്കിലും ഒരു പ്രശ്നം നിങ്ങൾ കേട്ടതിന് പരിഹാരം പറഞ്ഞു കൊടുക്കാനോ സാധ്യതയുള്ളതായിട്ടാണ് കാണുന്നത്. അതാണ് ക്വീൻ ഓഫ് കപ്സിൻ്റെ കാർഡ്. വളരെ കമ്പാഷനേറ്റ് ആയിരിക്കും, വളരെ അനുകമ്പയോടുകൂടിയായിരിക്കും നിങ്ങൾ മറ്റുള്ളവരോട് പെരുമാറുന്നതായിട്ട് കാണുന്നത്. നിങ്ങളെ കാണുമ്പോൾ ആളുകൾക്ക് നിങ്ങളൊരു കംഫർട്ട് സോണാണ്. നിങ്ങളോട് ആദ്യമായിട്ട് കാണുന്ന ആളുകളായിരിക്കും, പക്ഷെ അവർ നിങ്ങളോട് വളരെ പാഷനേറ്റ് ആയിട്ട് വന്ന് സംസാരിക്കും, നിങ്ങളും അവരോട് പാഷനേറ്റ് ആയിട്ട് സംസാരിക്കും. അപ്പോൾ നിങ്ങളെന്ന് പറയുന്നത് ഒരു കംഫർട്ട് സോൺ ആണെന്ന് തോന്നുന്ന രീതിയിലായിരിക്കും നിങ്ങളുടെ ബിഹേവിയർ ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത്. ഓക്കെ, നിങ്ങളിന്ന് വളരെ ഇമോഷണലി സ്റ്റേബിൾ ആയിട്ടൊക്കെ ഇരിക്കാൻ സാധ്യതയുണ്ട്. ഓക്കെ, ലാസ്റ്റ് കാർഡ് 8 ഓഫ് പെൻറ്റക്കിൾസ് ആണ്. അപ്പോൾ നിങ്ങൾ ഇന്ന് കൂടുതലായിട്ട് പണം ഏൺ ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പോൾ മറ്റെന്തെങ്കിലും ഒരേ കാര്യം, നിങ്ങൾ മാസ്റ്ററി ഉള്ള കാര്യം, നിങ്ങളുടെ പ്രൊഫഷൻ അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്തിട്ടാണോ പണം സമ്പാദിച്ചുകൊണ്ടിരിക്കുന്നത് അതിൽ ഓവർ വർക്ക് ചെയ്യേണ്ടി വരും. അപ്പോൾ കൂടുതലായിട്ട് വർക്ക് ചെയ്യേണ്ടതായിട്ട് വരുന്നതായിട്ട് കാണുന്നുണ്ട്. അതിൽ ഓവർ വർക്ക് ചെയ്യുന്നു, ഓവറായിട്ട് പണം സമ്പാദിക്കുന്നു, സേവ് ചെയ്യുന്നു. അപ്പോൾ ഇന്ന് കുറച്ച് പണം നിങ്ങളിലേക്ക് വരാൻ സാധ്യതയുള്ളതായിട്ടാണ് 8 ഓഫ് പെൻറ്റക്കിൾ പറയുന്നത്. പക്ഷേ അതുകൊണ്ട് കാര്യമില്ല, ഒരുപാട് ജോലി ചെയ്യേണ്ടതായിട്ടും വരുന്നുണ്ട്. അപ്പോൾ കൂടുതൽ ജോലി ചെയ്യുന്നു, കൂടുതൽ പണം നേടുന്നു എന്നുള്ളതാണ് ഇവിടെ പറയാനുള്ളത്. അപ്പോൾ ചെയ്യുന്ന ജോലിയിൽ ആത്മാർത്ഥമായിട്ട് ജോലി ചെയ്യുക, അതിൽ മാസ്റ്റർ ചെയ്യുന്നു എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ വളരെ പാഷനേറ്റ് ആണ്. അതുപോലെ നിങ്ങളുടെ ഒരു നിങ്ങളുടെ സ്കിൽസ് ഡെവലപ്പ് ചെയ്യാനുള്ള ഒരു ദിവസം കൂടി ആയിട്ടാണെന്നുണ്ട്. സ്കിൽ ഡെവലപ്മെൻറ്റിൻ്റെ ദിവസം കൂടിയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്ത് സ്കില്ലാണോ നിങ്ങൾക്കുള്ളത് അത് മറ്റുള്ളവർക്ക് മുമ്പിൽ എക്സിബിറ്റ് ചെയ്യാൻ സാധിക്കുന്ന ഒരു ദിവസമായിട്ടാണ് കാണുന്നത്. വളരെ പോസിറ്റീവായിട്ടുള്ളൊരു ദിവസമായിട്ട് കാണുന്നുണ്ട്. ഫുൾ കാർഡും പറയുന്നത് ഒരു പുതിയ തുടക്കം എന്നാണ്. പാസ്റ്റിൽ എന്ത് സംഭവിച്ചായിക്കോട്ടെ നിങ്ങൾ അവിടെ നിന്ന് മാറിയിട്ടൊരു പുതിയ തുടക്കം നിങ്ങൾ ഇന്നുണ്ട്. ഇന്നൊരു യാത്രയുണ്ട്, ചിലപ്പോൾ തീർത്ഥാടനമായിരിക്കാം, അങ്ങനെയുള്ളൊരു യാത്ര കാണുന്നുണ്ട് കേട്ടോ. ഒരു ക്ഷേത്ര ദർശനമൊക്കെ നടത്തുന്നതായിരിക്കാം, അല്ലെങ്കിലും ഒരു യാത്രയുടെ കാർഡ്, ഒരുപാട് കാർഡ് വരുന്നുണ്ട്. അപ്പോൾ അന്നൊരു പുതിയ തുടക്കമാണ് എന്നാണ് കാണുന്നത് കേട്ടോ. അതാണ് ഫുൾ കാർഡ് പറയുന്നത്. അപ്പോൾ ഇതാണ് ജനറൽ റീഡിംഗ് എന്ന് പറയുന്നത്. എന്താണ് ഏഞ്ചൽസിൻ്റെ ഗൈഡൻസ് നോക്കാം. നിങ്ങൾക്ക് ഇന്നേ ദിവസമേ ചിലപ്പോൾ ജീവിതം നഷ്ടപ്പെട്ടു പോയി, അല്ലെങ്കിൽ എൻ്റെ ജീവിതം എന്താണ് ഇങ്ങനെയെന്നൊക്കെ വളരെ വിഷമിച്ചിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് ചെയ്യേണ്ടുന്ന മറ്റൊരുപാട് കാര്യങ്ങളുണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾ ഈ പ്രശ്നങ്ങളിൽ വന്ന് പെട്ട് നിൽക്കുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്ന എന്തെങ്കിലും സാഹചര്യങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതായത് നിങ്ങളുടെ ലൈഫിൻ്റെ എയിം എന്ന് പറയുന്നത് നിങ്ങൾ ഈ കാണുന്ന ഒന്നുമല്ല, മറ്റ് എയിംസ്, ലക്ഷ്യങ്ങളോട് കൂടിയാണ് നിങ്ങൾ ഈ ഭൂമിയിലേക്ക് വന്നിട്ടുള്ളതെന്ന് നിങ്ങൾക്ക് ഇന്നേ ദിവസം മനസ്സിലാവും. അതുപോലെ നിങ്ങൾ വളരെയധികം ദൈവാധീനമുള്ള ആളാണെന്ന് മനസ്സിലാവുക, ദൈവത്തിനോട് കൂടുതൽ ചേർന്ന് നിൽക്കുക, അല്ലെങ്കിൽ ദൈവത്തെ വിശ്വസിച്ചിട്ട് നിങ്ങൾ മുന്നോട്ട് പോകാനായിട്ട് തീരുമാനിക്കുന്നു. ചിലപ്പോൾ ഹോസ്പിറ്റലൈസ്ഡ് ആയിട്ടുള്ള ആളുകളുണ്ടാവാം, ഹോസ്പിറ്റലൈസേഷൻ നടക്കുന്ന. അപ്പോൾ എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നു എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും, ഞാൻ ഈ ഒരു സാഹചര്യത്തിൽ കടന്നു പോയേ പറ്റൂ, ഇതെൻ്റെ ഒരു കാർമിക് സിറ്റുവേഷനാണ്, ഇത് എൻ്റായി പോകുന്നതാണ്, എൻ്റെ മനസ്സിൽ നിന്നുള്ള ആ ഒരു കർമ്മ അവസാനിക്കുന്നതോ എൻ്റെ ശരീരത്തിലൂടെയും പുറത്തേക്ക് കടന്നു പോകുന്നതാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ ആ രീതിയിൽ ഉള്ള ചില ടേർബുലൻസ് ഒക്കെ സംഭവിക്കാൻ സാധ്യതയുണ്ട്. അപ്പം ഹോസ്പിറ്റലൈസ്ഡ് ആവുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ എന്തോ ഒന്ന് നിങ്ങളിൽ നിന്ന് പോയി നിങ്ങൾക്ക് മനസ്സിലാവുന്നൊരു ഫീൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾ
യൂണിവേഴ്സിലും ആ ട്രസ്റ്റ് വെക്കുക, നിങ്ങൾ ആ പ്രോസസ്സിൽ ട്രസ്റ്റ് ചെയ്യുക. എല്ലാത്തിനും ഒരു സമയമുണ്ട്. അപ്പോൾ ആ സമയം കടന്നു പോകുമ്പോൾ മാത്രമാണ് നമുക്കതിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് പറ്റുള്ളൂ. അല്ലെങ്കിൽ തന്നെ ആലോചിക്കുക, എന്തോരം മനുഷ്യർ നമ്മുടെ ലൈഫിലേക്ക് വരുന്നു, എന്തെല്ലാം സാഹചര്യങ്ങൾ വരുന്നു. പക്ഷേ ചില ഇടങ്ങളിൽ ചില ആളുകളിൽ നമ്മൾ സ്റ്റക്കായി പോകും. അപ്പോൾ അത് എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ അതങ്ങനെ സംഭവിക്കേണ്ടതാണ്. അതുകൊണ്ടാണ് ഇപ്പം നിങ്ങളുടെ ലൈഫിൻ്റെ ഏത് ഘട്ടത്തിലാണെങ്കിലും നിങ്ങൾ ലോകത്തിൻ്റെ ഏത് കോണിൽ നിൽക്കുവാണെങ്കിലും ഈ സമയം നിങ്ങളിത് കടന്നു പോകേണ്ടതായതുകൊണ്ടാണ് നിങ്ങൾ ഈ ഘട്ടത്തിൽ വന്ന് നിൽക്കുന്നത്. അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് നമുക്കിതിൽ നിന്നൊക്കെ ഒളിച്ചോടാൻ പറ്റാത്തത്, അതിൽ സ്റ്റക്കായി നിൽക്കുന്നത് എന്തുകൊണ്ടാണ്? അപ്പോൾ അതിലെന്തോ ഒരു കാര്യമുണ്ട്, നമ്മളത് അനുഭവിക്കേണ്ടതാണെന്നുള്ളതാണ്. വളരെ പോസിറ്റീവായിട്ടിരിക്കുക. തന്നിട്ടുള്ള എല്ലാ സൗഭാഗ്യങ്ങൾക്കും നന്ദി പറഞ്ഞുകൊണ്ടേയിരിക്കുക. ബി ഗ്രേറ്റ്ഫുൾ. നന്ദി പറഞ്ഞുകൊണ്ടേയിരിക്കുക, ഗ്രേറ്റ്ഫുൾ ആയിക്കൊണ്ടേയിരിക്കുക. ഓക്കെ, നന്ദി പറഞ്ഞുകൊണ്ടേയിരിക്കുക, പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുക, നന്ദി പറഞ്ഞുകൊണ്ടേയിരിക്കുക. ഓക്കെ, ഇനി എന്താണ് ഏഞ്ചൽസ് തരുന്ന ഗൈഡൻസ് നോക്കാം. റൊമാൻസ്. അപ്പോൾ നിങ്ങളുടെ കുറേ പേരുടെയൊക്കെ റീയൂണിയൻ്റെ സമയമായെന്ന് തോന്നുന്നുണ്ട്. റൊമാൻസിൻ്റെ കണ്ടൊക്കെയാണ് വരുന്നത്. അപ്പോൾ റൊമാൻസ് ഈസ് ഇൻ ദ എയർ. നെക്സ്റ്റ് ദ സിറ്റുവേഷൻ വിൽ ഇംപ്രൂവ്. നിങ്ങൾ എന്ത് സാഹചര്യം ഓർത്താണോ ഇപ്പോൾ വേദനിച്ച് നിൽക്കുന്നത്, സ്റ്റക്കായി നിൽക്കുന്നത്, ആ സാഹചര്യം തീർച്ചയായിട്ടും ഇമ്പ്രൂവ് ആകുമെന്ന് കാണുന്നുണ്ട്. ഇറ്റ്സ് അപ് ടു യു. നിങ്ങൾ നിങ്ങളെ റെഡിയാക്കി വെക്കുക. നിങ്ങൾ നിങ്ങളെ ഈ പറഞ്ഞ പ്രോസസ്സിൽ ട്രസ്റ്റ് ചെയ്യുക. എന്നിട്ട് നിങ്ങളെ റെഡിയാക്കി വെക്കുക. നിങ്ങളിലേക്കുള്ളത് ഉടനെ വരും. യെസ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് വരുന്നത്. ബോട്ടം വന്നിരിക്കുന്ന അബണ്ടൻസ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് ധാരാളമായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന അബണ്ടൻസ്, അത് പണം തന്നെ ആവണമെന്ന് നിർബന്ധമില്ല കേട്ടോ. നിങ്ങളുടെ ആവശ്യം എന്താണോ അത് പണമാണെങ്കിൽ പണം, അതാണ് നിങ്ങളുടെ അബണ്ടൻസ്. സന്തോഷമാണ് നിങ്ങളുടെ അബണ്ടൻസ് എങ്കിൽ സന്തോഷം, മനസ്സമാധാനമാണെങ്കിൽ മനസ്സമാധാനം. എന്താണോ നിങ്ങൾക്ക് എന്ത് കിട്ടിയാലാണോ നിങ്ങൾക്ക് സന്തോഷമാവുന്നത്, ആ അബണ്ടൻസ് നിങ്ങളിലേക്ക് ഇന്നേ ദിവസം വരുമെന്നാണ് ഏഞ്ചൽസും പറയുന്നത്. എന്താണ് റൊമാൻസ് ഏഞ്ചൽസ് തരുന്ന ഗൈഡൻസ് എന്നും കൂടെ നോക്കിയേക്കാം. എന്താണ് ലവേഴ്സിനുള്ള ഗൈഡൻസ്? എന്താണ് ലവേഴ്സിനുള്ള ഗൈഡൻസ്? ഇന്നലെ ഹോസ്പിറ്റലൈസേഷൻ പറഞ്ഞപ്പോൾ ഹോസ്പിറ്റലിലായ ആൾക്കാർ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. തിരിച്ച് റിപ്ലൈ ഒന്നും കിട്ടിയില്ല. ഞാൻ അങ്ങോട്ട് എന്ത് പറ്റിയെന്ന് ചോദിച്ചിട്ട് മറുപടി കിട്ടിയില്ല. വീഡിയോ കാണുന്നുണ്ടെങ്കിൽ റിപ്ലൈ ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ റൊമാൻസ് ഏഞ്ചൽസിൻ്റെ ഗൈഡൻസ് ഫസ്റ്റ്, സെപ്പറേഷൻ. ടൈം അപ്പാർട്ട് ഫ്രം യുവർ പാർട്ട്ണർ ഈസ് ഓൺ ദ ഹൊറൈസൺ. ഓക്കെ, അത് വിട്ട് കളഞ്ഞേക്ക് ഇപ്പം നിങ്ങൾ അനുഭവിക്കുന്ന സാഹചര്യമാണത്, സെപ്പറേഷനാണ്. കെമിസ്ട്രി. നിങ്ങൾ എവിടെ പോയി വിളിച്ചാലും നിങ്ങളുടെ ഒരു കെമിസ്ട്രി വർക്ക് ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത്. ഫ്രീ യുവർ സെൽഫ്. നിങ്ങളെ കെട്ടിയിട്ടേക്കുമായിരിക്കും. നിങ്ങളെ പറക്കാൻ വിടാതെ നിങ്ങളെ കൺട്രോൾ ചെയ്ത് വെച്ചേക്കുമായിരിക്കും. പക്ഷെ അത് വേണ്ട, നിങ്ങളെ തന്നെ ഓപ്പൺ അപ്പ് ആക്കി വിട്, കൺട്രോൾ ചെയ്ത് തുറന്നു വിടാനാണ് പറയുന്നത്. ഡിസെപ്ഷനാണ്. സംവൺ ഈസ് വെയറിങ് എ ഫോൾസ് സെൽഫ് മാസ്ക് ഇൻ ദിസ് റിലേഷൻഷിപ്പ്. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ആരോ ഒരാൾ ഫോൾസ് മാസ്ക് ധരിച്ചിട്ടുണ്ട്. അത് നിങ്ങൾ തന്നെ ആവാനാണ് സാധ്യത. കാരണം അതിന് മുമ്പിലത്തെ കാർഡ് ഫ്രീ യുവർ സെൽഫാണ്. അപ്പോൾ നിങ്ങൾ ഉള്ളിൻ്റെ ഉള്ളിൽ സ്നേഹം വെച്ചിട്ട് നിങ്ങളെ കൺട്രോൾ ചെയ്ത് വെച്ചേക്കുവാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ലെറ്റ് ഗോ. നിങ്ങളെ തുറന്ന് വെക്കുക. അപ്പോൾ ആ ചീറ്റിങ് മാറ്റി വെക്കുക. നിങ്ങളാണ് ഇപ്പോൾ ചീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, നിങ്ങൾ ശരിക്കുള്ളതല്ല പുറത്ത് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ സെൽഫ് മാസ്ക് ഊരിക്കളഞ്ഞിട്ട് ആ നാച്ചുറലായിട്ടുള്ള ഗ്രോൺ ആകാനാണ് പറയുന്നത്. ഓക്കെ, ആരെങ്കിലുമൊക്കെ നിങ്ങളായിട്ട് ബ്ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ബ്ലോക്ക് മാറ്റാനാണ് പറയുന്നത് കേട്ടോ. ലാസ്റ്റ് കാർഡ്, ദിസ് കുഡ് ബി ദ വൺ. ഈ ആളെയാണ് നിങ്ങൾ തേടിക്കൊണ്ടിരുന്നത്. ഇനി വേറെ എവിടെയും പോകണ്ട, ഇയാൾ തന്നെയാണ്. അയാൾ വരും. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഏഞ്ചൽസ്, ലവ് ഏഞ്ചൽസ് നമുക്ക് തരുന്ന ഗൈഡൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. കമൻറ്റ് ചെയ്യാൻ ഇഷ്ടമുള്ളവർ കമൻറ്റും കൂടെ ചെയ്യുക. ഹൈപ്പ് ചെയ്യാത്തവർ ഹൈപ്പ് ചെയ്യണം. 3 വീഡിയോയ്ക്ക് ഹൈപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഹൈപ്പ് ചെയ്യാൻ പറ്റുന്നവർ ഹൈപ്പ് ചെയ്യുക. ഓക്കെ, അപ്പോൾ പേഴ്സണൽ റീഡിങ്ങിൻ്റെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. പേഴ്സണൽ റീഡിങ്ങിൻ്റെ നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. പേഴ്സണൽ റീഡിങ് ആവശ്യമുള്ളവരെ വിളിക്കും. ഓക്കെ, അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ.